ഇരിട്ടി പഴയ പാലത്തിൻ്റെ മേലാപ്പിലെ ക്രോസ് ബാർ വാഹനമിടിച്ച് തകർത്തിട്ട് 6 ദിവസം പിന്നിടുമ്പോഴും ഇത് നേരെയാക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ അധികൃതർ. മേലാപ്പിലെ ഉരുക്ക് ക്രോസ് ബാർ തകർന്ന് പാലത്തിൻ്റെ നടുവിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ്. പാലം ഇടിച്ചു തീർത്ത കൂറ്റൻ ചരക്ക് ലോറിയെ പാലത്തിൻ്റെ കവാടത്തിലിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയ ശേഷം മറ്റ് നടപടികളൊന്നും സ്വീകരിക്കാതെ അധികൃതർ പോവുകയായിരുന്നു. ഈ പാലം വഴിയുള്ള ഗതാഗതം നിലച്ചതോടെ പുതിയ പാലത്തിലും ഇരിട്ടി നഗരത്തിലും ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു. കഴിഞ്ഞ 4-ന് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കൂറ്റൻ കണ്ടെയ്നർ ലോറി ഇടിച്ച് ഇരിട്ടി പഴയ പാലത്തിൻ്റെ മേലാപ്പിലെ ഉരുക്ക് ക്രോസ് ബാർ തകർന്നത്. ലോഡ് ഇറക്കിയ ശേഷം ഇരിട്ടി വഴി തിരിച്ചു പോവുകയായിരുന്ന ഹരിയാന രജിസ്ട്രേഷൻ കണ്ടെയ്നർ ലോറിയാണ് അപകടമുണ്ടാക്കിയത്. അമിത വേഗതയിൽ എത്തിയ ലോറി പുതിയ പാലത്തിലൂടെ കടന്നു പോകുന്നതിന് പകരം പഴയ പാലത്തിൽ കയറി പാലത്തിൻ്റെ മേലാപ്പിലെ ക്രോസ് ബാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പാലത്തിൻ്റെ ഇരുഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന ഉരുക്ക് നിർമ്മിതമായ ക്രോസ് ബാർ തകർന്ന് പാലത്തിൻ്റെ നടുവിലേക്ക് തൂങ്ങി നിൽക്കുന്ന നിലയിലായി. ഇടിച്ച വാഹനം പാലത്തിൻ്റെ കവാടത്തിൽ നിർത്തിയിട്ട് ഇതുവഴിയുള്ള ഗതാഗതം അധികൃതർ തടസ്സപ്പെടുത്തുകയായിരുന്നു. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച 90 വർഷം പഴക്കമുള്ള പാലം പുതിയ പാലം നിർമ്മിച്ചതോടെ പൈതൃക സ്മാരകമെന്ന നിലയിൽ പൊതുമരാമത്ത് ഫണ്ടിൽ അറ്റകുറ്റപ്പണി നടത്തിയാണ് ഗതാഗത യോഗ്യമാക്കിയത്. കാര്യമായ ബലക്ഷയവുമില്ലാത്ത പാലം ഇനിയും പതിറ്റാണ്ടുകളോളം നിലനിർത്താൻ കഴിയും. തകർന്ന മേലാപ്പ് നന്നാക്കി ഗതാഗത യോഗ്യമാക്കുന്നതിനു പകരം ഇത് അടച്ചിടുകയാണ് പൊതുമരാമത്ത് വകുപ്പ് ചെയ്തിരിക്കുന്നത്. ഇരിട്ടി പട്ടണത്തിൽ നിന്നും തളിപ്പറമ്പ് ഉളിക്കൽ മേഖലയിലേക്ക് പോകുന്ന വാഹനങ്ങൾ മുഴുവൻ കടന്നുപോകാൻ വൺ വേ ആയി ഈ പാലമാണ് ഉപയോഗിച്ചിരുന്നത്. കൊട്ടിയൂർ ഉത്സവം നടക്കുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് മുതലുള്ള വാഹനങ്ങൾ ഇരിട്ടി വഴിയാണ് കടന്നു പോകുന്നത്. മാസങ്ങളായി ഇരിട്ടി പാലം കവലയിലെ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനവും കണ്ണടച്ച് കിടക്കുകയാണ്. ഇതോടൊപ്പം പഴയ പാലം അടച്ചിട്ടതും വലിയ ഗതാഗതക്കുരുക്കും അപകട ഭീഷണിയുമാണ് പാലത്തിലും നഗരത്തിലും ഉണ്ടാക്കുന്നത്.